ഓക്കെ, അതിന് നിങ്ങൾ തെളിവ് വെച്ചിട്ടില്ല. രണ്ടാമത് നിങ്ങളോട് ഞാൻ കൃത്യമായി ചോദിച്ചു, ഈ കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പം നിങ്ങൾ പറയുന്നു ഇവിടെ കിടന്ന് ഉഴുതുമറിയാണ്, നിങ്ങളല്ല ഇവിടെ വരുന്ന സകല അബ്ദുള്ളകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് വയ്ക്കൂ, നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് നിങ്ങൾ പറയണം. നിങ്ങളുടെ വായിൽ കേൾക്കണം. പറഞ്ഞാൽ പോരാ, ഇപ്പൊ പറയണം സുഹൃത്തെ. ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ വെച്ചോ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. പറയണം. ഓക്കെ. അതായത് യേശു ക്രിസ്തു ഒരു ദൈവമാണെന്നും ആ ദൈവത്തെ നിങ്ങൾ മനുഷ്യരാൽ ക്രൂശിക്കപ്പെട്ട് വളരെ മൃഗീയമായി വധിക്കപ്പെട്ടു എന്ന് നിങ്ങൾ തെറ്റായി വിശ്വസിക്കുന്നു. ആ വിശ്വാസം എന്നുള്ളത് നിങ്ങളുടെ ആർഗ്യുമെന്റ് ആണ്. വിശ്വാസം പറഞ്ഞാൽ മതി. നിങ്ങൾ എന്താണ് വിശ്വസിക്കുക? അങ്ങനെ വിശ്വസിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം തെറ്റായിട്ടല്ലേ? തെറ്റും ശരിയൊന്നും നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട. സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ മതി. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ മതി. നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ മതി. തെറ്റ് ശരിയൊന്നും നിങ്ങൾ പഠിപ്പിക്കാൻ വരണ്ട. തെറ്റ് ശരി മുഹമ്മദ് പഠിപ്പിക്കാൻ വന്നിട്ട് പോലും ഞങ്ങൾ സമ്മതിക്കുന്നില്ല. പിന്നല്ലേ നിങ്ങളാരാ? നിങ്ങളുടെ കാര്യം എന്നെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങൾ പിന്നെ പറയിപ്പിക്കും. അത് പറയണമല്ലോ. കാരണം അതല്ലേ ബേസ്. ബേസ് അവിടെ കിടക്കുകയാണ്. നിങ്ങൾ ആ ബേസ് പറയണം. നിങ്ങളുടെ നിർബന്ധമാണ് ഞാൻ പറയണം. അതൊരു ഫാക്റ്റ് ആണ്. അതുകൊണ്ടാണ് അതൊരു ഫാക്റ്റ് ആണ്. അത് ഈ ഓഡിയൻസ് കേൾക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത് നിർബന്ധം പിടിക്കുന്നത്. നിങ്ങളത് പറഞ്ഞേ പറ്റൂ. എന്നിട്ട് നിങ്ങൾ ഇതേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോ, ഞാൻ ആൻസർ ചെയ്യാൻ റെഡിയാണ്. അതായത് നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ പറയണം എന്ന് നിർബന്ധം പിടിച്ചതിന്റെ വിശ്വാസമല്ലേ സുഹൃത്തെ? ഞാൻ നിങ്ങളോട് ആക്ച്വലി നിങ്ങൾ ഒസാമ ബിൻ ലാദൻ ആണെന്ന് പറയാനല്ലല്ലോ പറയുന്നത്, ആണോ? ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം പറയാനല്ലേ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് കേട്ടായിരുന്നോ ജയബ്രദറെ? പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മൾ നിർബന്ധം പിടിക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹം ഇത് സംസാരിക്കുന്നതെന്ന്. അല്ലെങ്കിൽ പുള്ളിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഇയാളോട് പറഞ്ഞോ, ഇയാൾ വീരപ്പനാണെന്ന് ഇയാൾ പറയണോന്ന് ഞാൻ പറഞ്ഞു. ഒരാൾക്ക് മറുപടി ഒരാൾ പറയാം, എല്ലാവരും കൂടെ പറഞ്ഞാൽ ഇല്ല, ഞാൻ തന്നെ പറയുന്നുള്ളൂ. സയ്യിദ് കേട്ടോ. സയ്യിദിനോട് ഞാൻ സയ്യിദ് അംബാനിയാണെന്ന് പറയാൻ പറഞ്ഞില്ല. സയ്യിദിനോട് ഞാൻ സയ്യിദ് വീരപ്പനാണെന്ന് പറയാൻ പറഞ്ഞില്ല. സയ്യിദ് വിശ്വസിക്കുന്ന ഒരു കാര്യം അത് ഓപ്പൺലി ഓഡിയൻസ് കേൾക്കുന്ന രീതിയിൽ പറയാനേ പറഞ്ഞുള്ളൂ. എന്നിട്ട് ഈ ചോദ്യം ചോദിച്ചോ. ഞാൻ വിശ്വസിക്കുന്ന കാര്യം അത് തെറ്റാണെന്നും പറയാൻ പാടില്ല, തെറ്റും ശരിയാണെന്നും പറയേണ്ടത്. നിങ്ങൾ വിശ്വസിക്കുന്നത് ഇത്രയാണെന്ന് പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്നു. അപ്പൊ അത് ഇങ്ങനെ തന്നെ പറഞ്ഞേക്കാം, ഒറ്റ സ്റ്റേറ്റ്മെന്റ്. അതായത് യേശുവിനെ വളരെ ക്രൂരമായി, യേശു ദൈവമാണ്, യേശുവിനെ വളരെ ക്രൂരമായി മനുഷ്യരാൽ വധിക്കപ്പെട്ടു, അതിന്റെ പേരിൽ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. ഓക്കെ, അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ലേ? അത് ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസമാണെന്ന് ഞാൻ കരുതുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ തിരുത്തി തരും. ഓക്കെ, ഇനി നിങ്ങളുടെ ചോദ്യം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. ചോദ്യം അതിനകത്ത് തന്നെ ഉണ്ടല്ലോ. അതായത് ചോദ്യം ഇല്ലല്ലോ, ഇപ്പൊ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ചോദ്യമല്ല. ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു പാപം പൊറുക്കുന്നതിന് ഒരു ദൈവത്തെ വധിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു നന്മ, ഒരു പാപം പൊറുക്കുക എന്ന് പറയുമ്പോൾ അതൊരു നന്മയാണല്ലോ. ഒരു ദൈവം പാപം പൊറുക്കാൻ ആർക്കാ പറ്റുക? സാധാരണ അത് നമുക്ക് പറഞ്ഞു പോവാം. പാപം പൊറുക്കാൻ ആർക്കാ പറ്റുക? പാപം പൊറുപ്പിക്കേണ്ടത് ദൈവമാണ്. പാപം പൊറുക്കാൻ അപ്പൊ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ, കറക്റ്റ് അല്ലേ? അത് ഡിപ്പെൻഡ് ആണ്, ആരോടാണ് പാപം ചെയ്തത് എന്നതിനനുസരിച്ചിരിക്കും പാപത്തിന്റെ പൊറുക്കൽ. സയ്യിദിനോട് വേറൊരാൾ പാപം ചെയ്ത സയ്യിദിന് പാവം പൊറുക്കാനുള്ള ശേഷിയുണ്ട്. സയ്യിദ് പാവം പുറത്തു കൊടുത്താൽ സയ്യിദിന് പാവം പുറത്തു കൊടുക്കാൻ പറ്റും അല്ലേ? കറക്റ്റ് അല്ലേ? അത് എന്റെ ഞാൻ പുറത്തു കൊടുക്കുകയും വേണം, ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള പുറത്തു കൊടുക്കലും രണ്ടും വേണം. അതെ, ജീവനുള്ള സയ്യിദിന് പാവം പുറത്തു കൊടുക്കാനുള്ള കഴിവുണ്ട്, ദൈവത്തിനും കഴിവുണ്ട്. ഇതല്ലേ സയ്യിദിന്റെ സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് അല്ലേ? അത് ദൈവത്തോടുള്ള തെറ്റുകൾക്ക് ദൈവം പുറത്തു കൊടുക്കും, പക്ഷെ മനുഷ്യർ തമ്മിലുള്ള പാവങ്ങൾക്ക് അത് പരസ്പരമുള്ള, അതെ, ജീവനുള്ള ഒരാൾക്ക് മാത്രമേ വേറൊരാളുടെ പാവം പുറത്തു കൊടുക്കാൻ പറ്റുള്ളൂ, പിന്നെ ദൈവത്തിനും പുറത്തു കൊടുക്കാൻ പറ്റും, കറക്റ്റ് അല്ലേ? ജീവനുള്ള വേറൊരാളുടെ പാവം പുറത്തു കൊടുക്കാൻ പറ്റും, പിന്നെ ദൈവം പുറത്തു കൊടുക്കണം. ഇതല്ലേ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ജാമിയ തിർമിദി 959 അനുസരിച്ച് നിങ്ങളുടെ കറുത്ത കല്ലിന് പാപം പുറത്തു കൊടുക്കാനുള്ള ശേഷി ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ നിക്കേ സയ്യിദേ,
അവിടെ നിക്ക്. നിങ്ങൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സയ്യിദ് അവിടെ നിക്ക്, നിങ്ങളിപ്പോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇവിടെ എല്ലാവരും കേട്ടു. ജീവനുള്ള ഒരാൾക്ക് പാപം പുറത്തു കൊടുക്കാം, പിന്നെ ദൈവം പുറത്തു കൊടുക്കണം. ഇപ്പൊ നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസമുണ്ടോ? കാരണം ജാമിയ തിർമിദി 959 അനുസരിച്ച് ഒരു കറുത്ത കല്ലെ തൊട്ടാ പാവമോചനം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ കറുത്ത കല്ലിന് ആക്ച്വലി ജീവനുണ്ടോ? എന്താ അതിന്റെ സെറ്റപ്പ്? അവത്തെ തൊട്ടാൽ എന്താ സംഭവിക്കുന്നത്? അതൊന്ന് പറഞ്ഞേ. അല്ലെ നിങ്ങൾക്ക് അതൊരു വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞോ? കാരണം ഹദീസ് നമ്മുടെ കയ്യിലുണ്ട്, ജാമിയ തിർമിദി 959, അത് ഹസനാണ്, വേണേ എടുത്തു തരാം അപ്പൊ തന്നെ. ഓക്കെ, പറഞ്ഞുതരട്ടെ. കറുത്ത കല്ലിന് തൊട്ടാൽ പാപം മോചിക്കപ്പെടും. ഇസ്ലാമിലുണ്ടെന്ന് ഉണ്ട്. ജാമിയ തിർമിദി 959 ഗ്രേഡ് ഹസൻ. അങ്ങനെ വെച്ചോ. ഇതിപ്പോ ഇതിന് തുടർന്ന് പോരുത്, ഇത് മാത്രത്തിൽ അങ്ങ് ഒതുക്കണം. കാര്യം ഇത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. കാര്യം പാപം മോചിക്കുന്നതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യന്റെ തുടക്കം. പാപം മോചിക്കുന്ന കാര്യം അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് പോയിന്റ് ആയിട്ട് പോവാം, സമയം ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് പോയിന്റ് ആയിട്ട് പോവാം. ആദ്യം പാപം മോചിക്കുന്ന കാര്യം തീരുമാനമാട്ടെ. അപ്പൊ ജീവനുള്ള രണ്ട് മനുഷ്യർ തമ്മിൽ പാപം മോചിക്കാൻ പറ്റും എന്ന് സയ്യിദ് പറഞ്ഞു, ദൈവമാണ് മോചിപ്പിക്കേണ്ടത് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു കറുത്ത ഏതോ ഒരു കല്ല്, ആ കല്ലിന് പാപം മോചിക്കാൻ പറ്റുമെന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ആ കല്ല് തൊട്ട ഉടനെ പാപമോചന, കൈൻഡ് ഓഫ് ഒരു സിൻ വാക്യൂം ക്ലീനർ പോലത്തെ ഒരു ഐറ്റം. അതെന്താ സംഭവം? അല്ല, ഇപ്പൊ ഈ കല്ലിന് പാവം പൊറിപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? കല്ലിൽ തൊട്ടാ പാവമോചനം കിട്ടും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്ത് കല്ലാണ് സുഹൃത്തെ? ഞാനൊരു കാര്യം ചെയ്യാം. രാജസ്ഥാനിൽ നിന്ന് നല്ല ഒരു ഉരുളൻകല്ല് ആ കല്ലിന് ആ പവർ തരാൻ പറ്റും. നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. പിന്നെ അത് വേണം. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ രാജസ്ഥാനിൽ നിന്ന് സയ്യിദ് കേക്ക്, ഇപ്പത്തെ കല്ലാണെങ്കിൽ സയ്യിദ് കേക്ക്, ഇപ്പത്തെ കല്ലാണ് 8 പീസായി കർമാത്യൻസ് അതിനെ മുഴുവൻ പലവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച്, നമുക്ക് പറയാൻ പോലും കൊള്ളുകയില്ല, ഉപയോഗിച്ച് ആ പാട് തേഞ്ഞ് മാഞ്ഞൊരു വഴിയാണ്. ഞാൻ രാജസ്ഥാനിൽ നിന്ന് നല്ല മാർബിൾ കല്ല് കൊണ്ടുവന്ന് തരാം. ആ കല്ലിന് ഈ പവർ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ കേരളത്തിലൊക്കെ കൊച്ചിയിലൊക്കെ വെച്ച് എല്ലാ ദിവസവും രാവിലെ എല്ലാവർക്കും വന്ന് തൊട്ട് കഴിഞ്ഞാൽ പാവം പുറത്ത് കിട്ടുമല്ലോ. നല്ല സുഖമുള്ള ഏർപ്പാടല്ലേ? അപ്പൊ അതെന്താ അതിന്റെ സ്കീമെന്നൊന്ന് സയ്യിദ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, നല്ല ഉപകാരമാണ്. പറഞ്ഞോ. ഓക്കെ, മനസ്സിലായിക്കോളൂ. ഇനി എനിക്ക് ഇടയ്ക്ക് കയറല്ലേ പ്ലീസ്. അതായത് കല്ലിനകത്ത് തൊടുക എന്നുള്ളതല്ല അതിനകത്തൊരു, ഇതിന്റെ മുമ്പിലുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്, ഒരു ആത്മബന്ധം. ആ ആത്മബന്ധത്തിനാണ് അവിടെ പാവം പൊറുക്കുക. കല്ലിന് ആത്മാവുണ്ടോ? അതാണോ കല്ലുമായിട്ടാണ് ആത്മബന്ധം? കല്ലിന് ആത്മാവുണ്ടെന്നല്ലല്ലോ പറഞ്ഞത്. ആത്മബന്ധം ഉണ്ടെന്ന് പറയാം സാറിന്. ആത്മബന്ധം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനും എന്റെ സഹോദരനുമായിട്ട് ആത്മബന്ധമുണ്ട്, ഞങ്ങൾ രണ്ടും. അപ്പൊ ഞാനും കല്ലുമായിട്ടൊരു ആത്മബന്ധം, അങ്ങനെയാണോ സെറ്റപ്പ്? എന്റെ കാര്യം ആ കല്ലുമായിട്ട് ഒരു ആത്മബന്ധം എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞ പല പ്രവാചകന്മാരുടെയും കരസ്പർശമേറ്റ കല്ല്. ആ കല്ല് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ അധ്യാപനങ്ങൾ, അള്ളാഹു അല്ലാതെ എന്ന് പറഞ്ഞ അധ്യാപനങ്ങൾ, അതെല്ലാം കല്ലിനകത്തുണ്ട്. അല്ലാതെ കല്ലിന് യാതൊരു, അതൊരു പുണ്യപ്രവൃത്തിയാണ് പാപം പൊറിപ്പിക്കാൻ, അല്ലാതെ യേശുവിനെ. അപ്പൊ ആ കല്ലുമായിട്ടുള്ള ആത്മബന്ധം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. അതാണ് എനിക്ക് അതിലാണ് ഇൻട്രസ്റ്റ്. ആ കല്ലുമായിട്ടുള്ള ആത്മബന്ധം എനിക്കൊന്ന് പഠിച്ചാൽ കൊള്ളാവുന്ന പറഞ്ഞേ. ആ കല്ലെന്ന് പറഞ്ഞാൽ പല മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെയും കരസ്പർശമേറ്റതാണ്. കരസ്പർശം ഏറ്റവും എനിക്കറിയത്തില്ല സയ്യിദ്, കരസ്പർശം ഏറ്റവും എനിക്കറിയത്തില്ല. പക്ഷെ കർമാത്യൻസ് എന്ന് പറയുന്ന ആൾക്കാർ വേറെ പല ആവശ്യങ്ങൾക്കുമായിട്ട് വേറെ പല സാധനങ്ങളുടെ സ്പർശനം അവിടെ ഏറ്റിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് തെളിവുകളുണ്ട്. അപ്പൊ അതെനിക്കറിയില്ല. അത് പറയാൻ മടിയായോണ്ടാണ് അതെങ്ങനെ പറഞ്ഞത്. അപ്പൊ തൽക്കാലം നമുക്ക് ആ കല്ലുമായിട്ടുള്ള ആത്മബന്ധം എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു പറ. അല്ല, ഇതിലേക്കൊക്കെ വരേണ്ട കാര്യമുണ്ട്. നിങ്ങൾ കാരണം എന്താ? പാപമോചനമാണ് നമ്മുടെ സബ്ജക്ട്. നിങ്ങളിപ്പോ ഇല്ല എനിക്ക് അവിടെ പോണ്ട. എനിക്ക് കല്ലുമായിട്ടുള്ള പാപമോചനം ഒന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. എനിക്ക് ആ കല്ലുമായിട്ടുള്ള ആത്മബന്ധം. കാരണം എന്താ? ഞാൻ ഓൾറെഡി പറഞ്ഞു, സയ്യിദ് കേക്ക്, ആ കല്ല് ഓൾറെഡി 8 പീസായി. ഞാൻ രാജസ്ഥാനിൽ നിന്ന് നല്ലൊരു 8 പീസായത്. അതിന് ഈ ഭൂമി മുഴുവൻ തകർന്നു തരിപ്പോ, ആ കല്ല് മാത്രമല്ല എല്ലാം തകർന്നു തരിപ്പോ. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ
അല്ല സയ്യിദ്, ഇവിടെ പറഞ്ഞത് കല്ല് തരിപ്പണമായി പോകുന്നത് താങ്കൾ പറഞ്ഞ കല്ലെന്നല്ല, എല്ലാം തരിപ്പണമാവുന്നതാണ് പറഞ്ഞത്. കല്ല് തരിപ്പണം എല്ലാം തരിപ്പണമാകുന്നതിന് മുമ്പേ ഈ കല്ല് തരിപ്പണമായിട്ടുണ്ട്, മനസ്സിലായോ? അത് 8 പീസായി പോയതാണ്. അതേ അതാ ഇടാൻ വേണ്ടി ഉപയോഗിച്ച, അജീഷ് ബ്രദറെ ഞാൻ അതാണ് ഞങ്ങൾ പറയുന്നത് ഇതാ, പറയുന്നത്. ഞാൻ ബ്രദറെ, രാജസ്ഥാൻ ഞാനിത് മാർബിൾസിൽ നിന്ന് കേട്ടോണ്ടിരിക്കുക ബ്രദറെ, ആ ജെസിബി, ഞാനിത് കേട്ടോണ്ടിരിക്കുകയാണ്. ജെസിബി പറയുന്നതിനെ വേറൊരു രീതിയിലേക്ക് പുള്ളി തിരിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ചോദിച്ച ചോദ്യം ഇത്രേ ഉള്ളൂ. തിർമിതിയുടെ ആ ഹദീസും പ്രകാരം കറുത്ത കല്ലിനെ തൊട്ട് കഴിഞ്ഞാൽ പാപമോചനം താങ്കൾക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതിന് കിട്ടുമെന്നുണ്ടെങ്കിൽ കിട്ടുമെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. അതെ, അതാണ് ചോദ്യം. അതിന് കല്ലുമായിട്ടുള്ള ആത്മബന്ധം കൂടെ ആദ്യം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. കല്ലുമായിട്ട് എങ്ങനെയാണ് ആത്മബന്ധം? എനിക്ക് നല്ല താല്പര്യമുണ്ട് കല്ലുമായിട്ട്. അല്ല ജെസിബി, കല്ലുമായിട്ട് ആത്മബന്ധം എന്നല്ല പുള്ളി പറഞ്ഞു. അതിനൊരു ചരിത്രമുണ്ട്, അതിനൊരു ആത്മബന്ധം ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ ആത്മബന്ധം പുള്ളി എന്താണെന്നൊന്ന് പറയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പിടിക്കാം. പറയൂ സൈഡ്. ഞാൻ നിങ്ങളുടെ വലിയ പൈശാചികമായ ഒരു വിശ്വാസം ഒന്ന് ന്യായീകരിക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഇസ്ലാമിനെയാണ്. നിങ്ങൾ ഇസ്ലാം ഇല്ലായിരുന്നേ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ എങ്ങനെ ന്യായീകരിച്ചേനെ? ഇപ്പൊ ഇസ്ലാമിന്റെ മോശത്തരങ്ങൾ, ഇസ്ലാമിന്റെ മോശത്തരങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെയും വലിയ ദൂരങ്ങളാണെന്നാ പറയുന്നത്. സെയ്ത് ഒന്ന് പറഞ്ഞേ, ആ കല്ലിനെ തൊട്ടാൽ എങ്ങനെ പാപമോചനം നടക്കും എന്നുള്ളതൊന്ന് പറഞ്ഞേ. അതല്ലേ നമുക്ക് വേണ്ടത്, അതൊന്ന് പറഞ്ഞേ. ഇല്ല, പാപമോചനം നടക്കത്തില്ല എന്നങ്ങ് വെച്ചോളി. നിങ്ങൾ ഇത് വധിച്ചാൽ പാപമോചനം കിട്ടുന്ന ലോജിക്ക് എന്താണ്? ആ ദൈവം ജെസിബി ഒരു മിനിറ്റ്. ശരി, അവരിപ്പോ സെയ്ത് പറഞ്ഞ ആ കല്ലെ തൊട്ട് കഴിഞ്ഞാൽ പാപമോചനം നടക്കത്തില്ല എന്നല്ലോ. പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിൽ പാപമോചനം ഒന്ന് പറഞ്ഞേ. പാപമോചനത്തിന് വ്യക്തമായ മാനദണ്ഡമുണ്ട്. അതിൽ ഒന്നാമത്തെ മാനദണ്ഡം ആ ചെയ്ത തെറ്റിനോട് അവന് ഉള്ളിൽ ഭയം തോന്നണം. ചെയ്ത് തെറ്റായി പോയെന്നുള്ള പശ്ചാത്താപം ഉണ്ടാവണം. ഇത് ഒരു പശ്ചാത്താപവും ഇല്ലാതെ ദൈവത്തിനെ പീഡിപ്പിച്ചാൽ പാപം പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് പൈശാചിക വിശ്വാസമാണത്. അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പാപം എന്ന് പറയുന്നത്? ഇസ്ലാമില് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആരാ? അതിപ്പോ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അത് ഇങ്ങനൊരു ആർഗ്യുമെന്റ് ഇട്ടതാണ്. ഷെയ്ത്താൻ പാവം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, അള്ളാഹുവും നരകത്തിലേക്ക് തള്ളിവിടുന്നു, ഇങ്ങനെ പറഞ്ഞൊരു ആർഗ്യുമെന്റ് വന്നപ്പോഴാണ് അത് പറയാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ ചോദിച്ചതല്ല ഈ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആരാണ്? ഷെയ്ത്താനാണ്. ഷെയ്ത്താന്റെ പ്രേരണയാണ്, ദുനിയാവാണ്, പല ഘടകങ്ങളുണ്ട്. കാര്യം ഇത് ഭൂമി പരീക്ഷണത്തിന് വേണ്ടി അയച്ചതാണ്. ഓക്കെ. അതിപ്പോ ഈ ആദമിനെ കൊണ്ട് പാപം ചെയ്യിച്ചാരാ? അത് നിങ്ങളുടെ വിശ്വാസം ഉണ്ടല്ലോ അങ്ങനെ. എന്റെ വിശ്വാസമല്ല, നിങ്ങളുടെ വിശ്വാസം പറയൂ. ആദമിനെ കൊണ്ട് പാപം ചെയ്യിച്ചാരാ? ആരാ പറഞ്ഞോ? നിങ്ങൾ നമ്മളെക്കാൾ വലിയ നിങ്ങളല്ല ഇസ്ലാമിൽ നിൽക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന ഖുറാന്റെ ആദ്യത്തെ പ്രവാചകൻ എന്ന് പറയുന്ന ആദമിനെ കൊണ്ട് പാപം ചെയ്യിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. എന്നെക്കാൾ വലിയ പണ്ഡിതന്മാരല്ലേ നിങ്ങൾ? ഞാൻ പണ്ഡിതനല്ലെന്ന് ഇവിടെ ആദ്യമേ ഞങ്ങൾ പണ്ഡിതന്മാരൊന്നുമല്ല. ഞങ്ങളുടെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഞങ്ങൾ പണ്ഡിതന്മാരൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമിലെ ആദ്യത്തെ പ്രവാചകൻ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ആദമിനെ കൊണ്ട് പാപം ചെയ്യിച്ചത് ആര്? ചെയ്ത മറുപടി താ. ഹലോ, മറുപടി പോട്ടെ. ഇസ്ലാമിലെ ആദ്യത്തെ പ്രവാചകനെ കൊണ്ട് പാപം ചെയ്യിച്ചാരാ? എന്റെ അഭിപ്രായത്തില് നിങ്ങളെക്കാൾ ഒരു മാന്യതയുള്ള ഒരു സ്ത്രീയാണ് നേരത്തെ സംസാരിച്ചത്. ദയവായി അവർക്ക് അവസരം കൊടുക്കും. അവർക്ക് ക്രിസ്ത്യാനിറ്റിയുടെ നല്ല വശങ്ങൾ എനിക്ക് ചോദ്യത്തിന് പറ സയ്യിദ്. ചോദ്യത്തിന് ചെയ്യാതെ ഒത്തിരി പേര് കറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നോട് സംസാരിച്ചുകൊണ്ട് പുള്ളി പോകും. നമുക്ക് ഒറ്റയ്ക്ക് പോവാം, ഒരു കുഴപ്പമില്ല. വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ശരിയാണ്. അതിൽ ഞങ്ങൾ ലീ സിസ്റ്ററിനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത്, മനസ്സിലായോ? ആ കാര്യത്തിൽ ഞങ്ങൾ ലീ സിസ്റ്ററിനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു. ഞങ്ങൾക്ക് എപ്പോഴും ആ ലീ സിസ്റ്ററിനെ സഹോദരി ഞങ്ങൾക്ക് വളരെ ബഹുമാനമുണ്ട്. പക്ഷെ എന്റെ ചോദ്യത്തിനുള്ള മറുപടിയാ, ഇസ്ലാമിലെ ആദ്യത്തെ പ്രവാചകനായ ആദമിനെ കൊണ്ട് പാപം ചെയ്യിച്ചത് ആര്? അതിനുള്ള മറുപടിയാണ്. അപ്പൊ ആദമിനെ കൊണ്ട് പാപം ചെയ്യിച്ചത് ആരെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിനെ പീഡിപ്പിച്ചത് പുണ്യകരമായി പ്രഖ്യാപിച്ച നിങ്ങളുടെ ആശയത്തെ നമുക്ക് പറഞ്ഞു തരത്തുള്ളൂ, അല്ലെ?
അങ്ങനല്ലല്ലോ ഞാൻ പറഞ്ഞത്. താങ്കൾ പറഞ്ഞത് പാപം ചെയ്യിക്കുന്ന ഇസ്ലാമില് ഇബിലീസ് ആണെന്ന് പറഞ്ഞു. എന്റെ ചോദ്യം, ഇസ്ലാമിൽ ആദ്യത്തെ പ്രവാചകനായ ആദമിനെ കൊണ്ട് പാപം ചെയ്യിച്ചത് ആര് ഇബിലീസ് എന്നുള്ളതാണ്. മാത്രമാണെന്ന് അല്ല ഞാൻ പറഞ്ഞത്. ഇബിലീസ് മാത്രമാണെന്നല്ല പറഞ്ഞത്. 3 ഘടകങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഇബിലീസ് ഉണ്ട്, ആ സ്വന്തം ഉം നെഫ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തം ആഗ്രഹങ്ങള്, ദുനിയാവ്, ഇത്തരം പല ഘടകങ്ങളുണ്ട്. തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പല ഇതിൽ ഏത് ഘടകങ്ങളുണ്ട്. ഘടകത്തിലായിരുന്നു ആദത്തിന്റെ പാപം? അത് പല ഘടകങ്ങൾ കാണും. അതിപ്പോ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യമില്ലല്ലോ. ഉണ്ട് അതിനെന്ത് ഉണ്ട് അടിസ്ഥാനമാണ്? മൈക്ക് മ്യൂട്ട് അതിനെന്ത് ചെയ്യ്. അടിസ്ഥാനം? ആ അതിനെന്ത് അടിസ്ഥാനമുള്ളത്? അതിന് അടിസ്ഥാനമുണ്ട്. കാരണം ആദം ജീവിച്ചിരുന്നപ്പോഴത്തേനും ആദം സ്വർഗത്തിലായിരുന്നോ ഭൂമിയിലായിരുന്നോ? ഹലോ, കേക്കാവോ? ബാക്കിയുള്ളവർക്ക് കേക്കാവോ? ആദം വളരെ ജീവിച്ചിരുന്നപ്പോഴത്തേനും കേൾക്കാം. സ്വർഗത്തിലായിരുന്നോ ഭൂമിയിലായിരുന്നോ? എന്റെ പൊന്നു സഹോദരൻ, ഇതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം പറഞ്ഞാൽ പോരായോ? ഞങ്ങള് ഈ താങ്കളോട് ആദം ചോദിച്ച അല്ല, ചോദ്യത്തിന് ഉത്തരം പറയും. അല്ലല്ല നിക്ക്, ഭൂമിയിലാണോ? ഞങ്ങളുടെ വിശ്വാസം തെറ്റാണെന്നും പറഞ്ഞുകൊണ്ടല്ല നിങ്ങളുടെ നടപ്പ്. നിങ്ങളുടെ പണ്ഡിതന്മാർ കുറെ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നത്. എന്റെ ചോദ്യം എത്രേ ഉള്ളൂ, ആദം ജീവിച്ചിരുന്നത് സ്വർഗത്തിലായിരുന്നോ അല്ലയോ എന്നാണ് എന്റെ ചോദ്യം. സ്വർഗത്തിലോ ഭൂമിയിലോ? സ്വർഗത്തിലാണെന്ന് തന്നെ വെച്ചോ, സ്വർഗത്തിലെന്ന് വെച്ചോ, നിങ്ങൾ പറ. വെച്ചോന്നോ? അന്നേരം അതെന്താ ആ സംശയമുണ്ടോ സെയ്ദിന്? പറ സ്വർഗത്തില് തന്നെ ആയിക്കോട്ടെ. സ്വർഗത്തിൽ തന്നെ. അപ്പൊ സ്വർഗത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ ദുനിയാവിന്റെ പാപം കയറി വരും? ദുനിയാവിന്റെ പാപം എന്ന് ആര് പറഞ്ഞു? ദുനിയാവിന്റെ പാപം പിന്നെ ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന പാപമല്ലേ ദുനിയാവ്? പാപത്തിന് പല ഘടകങ്ങളുണ്ട്. ദുനിയാവിന്റെ അകത്തുള്ള പാപങ്ങൾ വരും. ഇതെല്ലാം നിങ്ങളും കേട്ടതല്ല, ഞാൻ മാത്രമല്ലല്ലോ, നിങ്ങളും കേട്ടതല്ല. ദുനിയാവിന്റെ അകത്തുള്ള ഇത് വരും, ഇബിലീസിന്റെ ഇത് വരും, സ്വന്തത്തിൽ നിന്ന് വരും. ഇതെല്ലാം പറഞ്ഞതല്ലേ. ഞാൻ ചോദിക്കുന്നത് ആദമിനെ കൊണ്ട് പാപം ചെയ്യിച്ചത് ആരാണെന്നാണ് എന്റെ ചോദ്യം. ആദം സ്വന്തത്തിൽ നിന്ന് ചെയ്തതാണോ അതോ വേറെ ആരുടെയും പ്രേരണയാണോ? ചെയ്തേ വേറെ ഓ ആരുടെയും പ്രേരണയിലാണോ ചെയ്തത് അതോ സ്വന്തം ഇഷ്ടത്താലാണോ ആദം പാപം ചെയ്തത്? സൈദെ, എളുപ്പം രക്ഷപ്പെടാം. അള്ളാഹു പ്രേരിപ്പിച്ചാന്ന് പറഞ്ഞാൽ മതി. എളുപ്പം രക്ഷപ്പെടാം. തെളിവുണ്ട്, അതിന്റെ മേളിലിട്ടിട്ടുണ്ട് തെളിവ്. എന്താ തെളിവ് പറഞ്ഞേ? നസ്രേനെ അത് ചെയ്യരുത്. ഇവര് മുസ്ലിങ്ങളല്ലേ? ഇവർക്ക് അറിയാൻ വയ്യാത്ത ഗ്രന്ഥങ്ങളൊക്കെ വല്ലതും ഉണ്ടോ? ഇവര് ലോക പണ്ഡിതന്മാരല്ലേ, പരിശുദ്ധനായ അള്ളാഹുവിന്റെ ആൾക്കാരല്ലേ? അവര് തന്നെ പറയട്ടെന്നേ, ആരാണ് ചെയ്യിച്ചത് ചെയ്ത് പാപം? അല്ല, അവിടെ ആദം ചെയ്ത പാപം എന്താ? അതല്ലല്ലോ, അത് രണ്ടാമത്തെ വിഷയമല്ലേ. ആദം എന്ത് എന്താ പാവ ആദമിനെ ചെയ്തത്? കൊണ്ട് പാപം എന്ത് ചെയ്യിച്ചത്? പാവം ആദം അവളെ ചെയ്ത പാവം എന്താണ്? എന്ത് പാവ ചെയ്തത്? ചേട്ടനോട് ഒരു ചോദ്യം ചോദിക്കുമ്പോഴേ എന്ത് പാവ ചെയ്തത്? നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ആൻസർ പറയൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ പുള്ളിക്ക് ആദം അവിടെ പാപം എന്താ ചെയ്തതെന്ന് അറിയത്തുമില്ലല്ലേ? അപ്പൊ താങ്കള് അങ്ങനെ മുസ്ലിമായി? സൈദെ, എളുപ്പം രക്ഷപ്പെടാൻ സൈദെ. അള്ളാഹു ആണ് പ്രേരിപ്പിച്ചതെന്ന് പറയൂ. താങ്കൾക്ക് എളുപ്പം രക്ഷപ്പെടാം. മനുഷ്യരെ കൊണ്ട് പാവം ചെയ്യിപ്പിക്കുന്ന അള്ളാഹു ആണ്, തെളിവുണ്ട്. എളുപ്പം രക്ഷപ്പെടാം. മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത് ഞാൻ വിടൂല. അങ്ങനൊന്നും ഞാൻ വിടൂല. മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത് അള്ളാഹു ആണെന്ന് പറയുന്നതിനകത്ത് ഒരടിസ്ഥാനമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂമിയിലാവട്ടെ എവിടെ ആവട്ടെ പരീക്ഷണങ്ങൾ വെച്ചിരിക്കുന്നത് തെറ്റും ശരിയും ചെയ്യാനുള്ള അവസ്ഥകൾ സൃഷ്ടിച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു അജീഷ് ബ്രദറെ, പുള്ളി അവിടെ വരുമെന്ന്. തെറ്റ് ചെയ്യാനുള്ള അവസ്ഥകൾ പരീക്ഷണത്തിന് എന്താണ് തോന്നുന്നു? ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റ് ചെയ്യാനുള്ള സാധ്യതകളും തുറന്നു തരുമ്പോഴാണ് അവിടെ പരീക്ഷണത്തിന് വില വരുന്നത്. അല്ലെങ്കിൽ പിന്നെ പരീക്ഷണം എന്താണ്? ഒരു സെക്കൻഡ്, ഇതല്ല അജീഷ് ബ്രദർ ചോദിച്ച ചോദ്യം. ഇതല്ല അജീഷ് ബ്രദർ ചോദിച്ച ചോദ്യം. അപ്പം പാപം ജയിച്ചത് അള്ളാഹു തന്നെയാണെന്ന് ചെയ്ത് സമ്മതിച്ചു, ശരിയല്ലേ? പാപം ചെയ്യിച്ചത് അള്ളാഹു അല്ല, പാപത്തെ ചൂണ്ടിക്കാണിക്കും. ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. പക്ഷെ ശരിയും തെറ്റും വേർതിരിച്ചെടുക്കാനുള്ള അവസ്ഥകളും തന്നിട്ടുണ്ട്. അത് ഉത്തരവാദിത്വം അവൻ മനുഷ്യന്റെയാണ്, മനുഷ്യർക്കുള്ളതാണ്. മനുഷ്യർക്ക് ശരിയും തെറ്റും മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ആരാ പറയേണ്ടത്?
പുള്ളി എല്ലാ ഇസ്ലാമിന് വെളിയിലാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം താങ്കൾ എല്ലാ പറയുന്ന ഇസ്ലാമിലും എല്ലാ പുറത്താണ്. ഇസ്ലാമിന് വെളിയില്ല. ഖുറാന്റെ അകത്ത് ഒരായത്ത് തന്നെ മനുഷ്യന്റെ തെറ്റും ശരിയും തെരഞ്ഞെടുക്കാനുള്ള ഇത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതിന്റെ ഒരായത്ത് തന്നെ. എന്നിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പൊ ഞാൻ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയേ ഇല്ല. അതിന് പകരം ഇവർ അപ്പൊ ഇസ്ലാമിലുള്ള നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ല. ചോദ്യത്തെ നിങ്ങൾ ഭയപ്പെടുന്നുകൊണ്ട് ഇനി എന്ത് ചെയ്യണം? ആ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടത്? നിങ്ങൾ അത് പറഞ്ഞിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കും. 100% ഞാൻ ഞാൻ ചോദിച്ച മറുപടി. അപ്പൊ അള്ളാഹു എന്ന് പറയുന്ന ആള് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴത്തേന് അവന്റെ ഉള്ളിലേക്ക് പാപം ചെയ്യാനുള്ള ആത്മാവോട് ഇട്ടുകൊടുത്താണോ ചെയ്ത് സൃഷ്ടിച്ചത്? അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? എന്നാ പിന്നെ താങ്കൾ മര്യാദക്ക് ഞാൻ ചോദിച്ചതിന് മറുപടി അള്ളാഹു തന്നെയല്ലേ ആദമിനെ ഞാൻ ചോദിക്കുന്നതിന് മറുപടി താങ്കൾക്ക് എന്താ തരാൻ പറ്റാത്തത്? യേശു ക്രിസ്തുവിനെ കൊന്നത് പുണ്യമാണോ അതോ പാപമാണോ? അതിനെന്താ ഉത്തരം തരാത്തത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് ചത്തത് പുണ്യമാണോ പാപമാണോ? മുഹമ്മദ് ചത്തത് പുണ്യമാണോ പാപമാണോ? പാപമാണ്. അത് ആരും ചെയ്തതല്ല, മരണം സ്വാഭാവികമായി സംഭവിച്ച. മാത്രമല്ല ആയിഷ വിഷം കൊടുത്ത് കൊന്നതാണെന്ന് ഷിയാക്കൾ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. ആര് പറഞ്ഞു? വീഡിയോ കാണോ? സഹാബികള് ഉള്ളുകൊണ്ട് വളരെ ആഗ്രഹമായിരുന്നു. സൊഹീഹുൽ ബുഖാരി അധ്യായം 30 ഹദീസ് നമ്പർ 1372. അബൂ ഹുറൈറ നിവേദനം: മുഹമ്മദ് ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരുമായിട്ട് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഭയമായിരുന്നു. കാരണം അതിനെ വിലക്കിക്കൊണ്ട് വല്ല ആയത്തും ഇറങ്ങുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു. എന്നാൽ നബി മരിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരുമായിട്ട് ഉല്ലസിക്കുകയും സല്ലപിക്കുകയും ചെയ്തിരുന്നു. മനസ്സിലായോ? കാരണം എന്താണ്? ഈ പുള്ളി ജീവിച്ചിരുന്ന ഞാൻ ഹദീസ് എന്നെ കൊണ്ട് എടുപ്പിക്കരുത് കേട്ടോ. ഞാൻ കുറച്ചു കാലമായിട്ട് ഇങ്ങോട്ട് വരാതിരിക്കുകയാണ്. ഞാൻ പറയുകയാണ്, ഞാൻ ചോദിച്ചതിന് എന്തോ നബി മരിച്ചത് പുണ്യമാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് നിത്യജീവൻ കൊടുത്തോ? അവരെ പുണ്യകർമ്മമായി പ്രഖ്യാപിച്ചോ? പുള്ളി മരിക്കാൻ നബി മരിച്ചത് ഒരു പുണ്യകർമ്മമാണെന്ന് പ്രഖ്യാപിച്ചോ? അല്ല, ഈ വേണ്ടി അവർ ആഗ്രഹിച്ചില്ലേ? കാരണം സ്വന്തം ഭാര്യമാരുമായിട്ട് നിക്കാഹ് ചെയ്ത ഭാര്യമാരുമായിട്ട് ഉല്ലസിക്കാനോ സല്ലപിക്കാനോ പറ്റാത്ത അവസരത്തിൽ ഇരിക്കുമ്പോഴത്തേന് എന്തിനാണ് ചെയ്ത കിടന്നിട്ട് കരയുന്നത്? ഞാൻ ചോദിക്കുന്നതിന് ഇപ്പോഴും മറുപടി തരാൻ പറ്റുന്നില്ല. കാരണം സ്വന്തം പുസ്തകത്തിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ട് മറുപടി, അള്ളാഹു ആണോ മനുഷ്യനെ പാപം ചെയ്യിക്കുന്നത് എന്ന് ചോദിച്ചതിന് മറുപടി തരാൻ പറ്റാതെ കിടന്ന് വട്ടം കറങ്ങിയിട്ട് പുള്ളിക്ക് എങ്ങനെയും ഈ റൂമിൽ നിന്ന് ഓടണം.